4 കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തതിന് എനിക്ക് 16 ലക്ഷം രൂപ കടത്തിലാണ് ഞാൻ. ആരുടെ പറഞ്ഞാൽ വിശ്വസിക്കും. അതുകൊണ്ട് എൻ്റെ വൈഫ് ഇപ്രാവശ്യം വൈഫിൻ്റെ പളമണയം വെച്ചാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി കോമ്പറ്റീഷൻ നിർത്തിയാൽ നമുക്ക് ഈ പണി വേണ്ടാന്ന് പറഞ്ഞിരിക്കുക. കട്ടിപ്പണിയാണ്, കിടക്കാടം പോകും. അതുകൊണ്ട് ഞാൻ തീരുമാനം എൻ്റെ ലാസ്റ്റ് കോമ്പറ്റീഷൻ ഒരു വേൾഡ് ചാമ്പ്യൻ ആവണമെന്നായി വേൾഡ് ചാമ്പ്യനായി. ചേട്ടാ, ഈ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവരെ ഈ ഏറ്റവും കൂടുതൽ അപ്പം ഇപ്പം ഞങ്ങളൊക്കെ യങ്സ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ളവരുടെ ഒരു ഡൗട്ടാണ്, ഈ പോകുമ്പോൾ ഫുഡ് മാത്രം നോക്കിയാൽ മതി, അത് പ്രോട്ടീൻ പൗഡർ കഴിക്കണോ? അപ്പം അങ്ങനെയുള്ള ഡൗട്ടിന് ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഹെവി വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് ഫുഡിൽ നമുക്ക് അത്രയും പ്രോട്ടീൻ അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ അഡീഷണൽ പ്രോട്ടീൻ കൊടുക്കും. ഇപ്പോൾ ഒരു നോർമൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കൊന്നും പ്രോട്ടീൻ പൗഡറിൻ്റെ കാര്യമില്ല. ശരിക്കും ഇത് ഹെൽത്തി മിൽക്ക് പൗഡറാണ്. മിൽക്ക് പൗഡറിനകത്ത് ചിലതിനകത്ത് ക്രിയാറ്റിൻ ആഡ് ചെയ്യുന്നു. ക്രിയാറ്റിൻ എന്ന് പറയുന്ന സാധനം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോഡി ഡെവലപ്പ് ചെയ്യാനുള്ള കണ്ടൻറ്റാണ് ക്രിയാറ്റിൻ. ആക്ച്വലി നമ്മുടെ ബോഡി ക്രിയാറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ എക്സ്ട്രാ ക്രിയാറ്റിൻ സ്വല്പം കൂടെ കൊടുത്താൽ ഇത്ര പെട്ടെന്ന് ഡെവലപ്പ് ആവും എന്നുള്ളതല്ല. പക്ഷേ അത് സൈഡ് എഫക്ട്സ് ഉള്ളതുമാണ്. അത് നമ്മൾ ക്രിയാറ്റിൻ കുലുക്കി കൊടുക്കുക, ഡൈലൂട്ട് ചെയ്ത് കഴിക്കുന്നത്. അതാണ് ക്രിയാറ്റിൻ, നമ്മൾ അഡീഷണൽ ക്രിയാറ്റിൻ കൊടുക്കുന്നത്. സൈഡ് എഫക്റ്റ് ഉണ്ട്, എല്ലാത്തിനും സൈഡ് എഫക്റ്റ് ഉള്ളതായിരുന്നു. പിന്നെ നമ്മൾ വർക്കൗട്ടിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെ അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു ഡൗട്ടാണ്, അതായത് നമ്മൾ ജിമ്മിൽ പോകുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, മറ്റേ ബദാം, അണ്ടിപ്പരിപ്പ്, അതൊക്കെ വേണോ ശരിക്കും? കഴിച്ചാൽ നല്ലതാണ്. കാശുണ്ടെങ്കിൽ കഴിക്കാം, കാശില്ലെങ്കിൽ കഴിക്കാം. കാശില്ലാത്തൊരു 5 രൂപയുടെ മുട്ട മേടിച്ച് കഴിക്കും. ചിക്കൻ നമുക്ക് ഈ മെയിനായിട്ട് നമ്മൾ അത്ര എക്സ്പെൻസീവ് ആവുന്ന ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യണം. നമുക്ക് ഒരു വേൾഡ് അല്ലെങ്കിൽ ഒരു ഇന്ത്യ കളിക്കണം, അല്ലെങ്കിൽ ഒരു കേരള കളിക്കണം. ഇപ്പോഴത്തെ ഒരു ജില്ല കളിക്കണമെങ്കിൽ പോലും 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വേണം. ഒരു ജില്ലാ ചാമ്പ്യൻഷിപ്പ്, ഒരു മിസ്റ്റർ കൊല്ലം ടൈറ്റിൽ നമുക്ക് മേടിക്കണം എന്നും പറഞ്ഞ് നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയാൽ ആ ടൈറ്റിലിൻ്റെ അറ്റത്ത് എത്തണമെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 3 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ചിലവാക്കണം. ഫുഡിൻ്റെയും ഡയറ്റും പ്ലാനും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു 3 ലക്ഷം രൂപ. പക്ഷെ അവിടെ നിന്ന് എന്തുവാ, ഇതാണ് ഒരു മെഡൽ, ഒരു ട്രോഫി, അല്ലാതെ നമ്മളൊന്നും ഗവനിക്കണ്ട. പക്ഷേ കണക്കിന് ഇപ്പം നോക്കിയാൽ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതാണ് നല്ലത്. കാരണം ഒരു മിസ്റ്റർ കൊല്ലോ, മിസ്റ്റർ കേരള, ഒരു മിസ്റ്റർ കൊല്ലോ, മിസ്റ്റർ പത്തനംതിട്ടയോ, മിസ്റ്റർ കണ്ണൂരൊക്കെ ആയ ഒരു 50,000 രൂപയെങ്കിലും ക്യാഷ് പ്രൈസ് തരും. ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോയാൽ ഒരു വെള്ളി രൂപ പോലും തരത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പോയി വരുന്നവർക്ക് ഗവൺമെന്റിലൊക്കെ എന്തെങ്കിലും ഒരു കോട്ടയോ സർവീസിലൊക്കെ എന്തെങ്കിലും കൊടുക്കണം എന്നല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പം അവരാരും അത് അംഗീകരിക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഞാൻ മുഖ്യമന്ത്രി കഴിഞ്ഞ വേൾഡ് സിൽവർ മെഡലിസ്റ്റ് ഇന്ത്യ കളിച്ച് വന്ന് 2022 ഇന്ത്യ ഫസ്റ്റ് വന്നു, 2022 തന്നെ 22-23 തന്നെ ഏഷ്യ ഫസ്റ്റ് വന്നു, 2022-23 തന്നെ വേൾഡ് സിൽവർ മെഡലായി. നമ്മൾ വേൾഡിൽ സിൽവർ മെഡലാണ്, ചെറിയ കാര്യമല്ലത്. ഇതിൻ്റെ 3ന്റെ സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തിരുന്നത്. അദ്ദേഹം മാനുമായിട്ട് എനിക്ക് ഒരു അപേക്ഷ, ഖജരാവിൽ പൈസ ഒന്നുമില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പോയി ജയിച്ചു പോവാം, നമുക്ക് നോക്കാമെന്ന്. ഇപ്രാവശ്യം ജയിച്ചു വന്നു, ഈ പ്രാവശ്യം ഒരു അപേക്ഷ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം ബൈ തപാലാണ് കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അപേക്ഷ കൊടുക്കാം. അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ ചിലപ്പോൾ സഹായിക്കും എന്നൊരു വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ഇനിയും പോകും. കാരണം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് വിചാരിച്ചിരിക്കുക.